ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു മോർണിംഗ് വ്ലോഗാണ് കേട്ടോ. ഇത് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ്. അപ്പോൾ രാവിലെ വിളക്ക് വയ്ക്കാൻ കുറച്ച് സമയം എടുക്കും വെള്ളിയാഴ്ച ആയതുകൊണ്ട്. കാരണം ഞാൻ വ്യാഴാഴ്ച രാത്രി വിളക്കൊക്കെ കഴുകി വെച്ചിട്ട് പിന്നെ വെള്ളിയാഴ്ച രാവിലെ ഫോട്ടോ ഒക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് അങ്ങനെയാണ് വിളക്ക് വയ്ക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ഇതാ രാവിലെ വിളക്ക് വയ്ക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞ് പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് നേരെ പോകുന്നത് അടുക്കളയിലേക്കാണ്. കുട്ടികൾക്ക് സ്കൂളില്ല കേട്ടോ. അതിലേക്ക് 2 ദിവസമായിട്ട് കലോത്സവത്തിൻ്റെ ലീവാണ്. പിന്നെ ഇനി ശനിയും ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ച സ്കൂൾ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ മോൾക്ക് ട്യൂഷൻ ഉണ്ടാകുമ്പോൾ ഞാൻ വേഗം അവൾക്ക് 2 അപ്പം ഉണ്ടാക്കി കൊടുത്തു. പിന്നെ കടലക്കറി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചായയും കൂടിയും വെച്ചു. പിന്നെ മാവ് ഞാൻ കുറച്ച് കട്ടിയിലാണ് ആട്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്ന് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ലൂസാക്കിയിട്ടാണ് അപ്പം ഉണ്ടാക്കുന്നത്. പിന്നെ ചുക്കുവെള്ളം ചൂടാക്കിയിട്ട് മോൾക്ക് കൊണ്ടുപോകാനുള്ളതും ആക്കി കൊടുത്തു. പിന്നെ ബാക്കി ഇതാ ജഗ്ഗിൽ ഒഴിച്ച് വെച്ചു കേട്ടോ. പിന്നെ പാലും കൂടി ഒന്ന് കാച്ചി വെക്കുന്നുണ്ട്. രാവിലെ ചായ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനും മോള് മാത്രമേ ഇവിടെ ചായ കുടിക്കുകയുള്ളൂ. അപ്പോൾ അതാ പാല് കാച്ചിയിട്ട് പിന്നെ അത് ചൂടാറി ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ വൈകുന്നേരത്തെടുത്ത് ബാക്കിയുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കേടുവരാതിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതായത് എണ്ണ പുരട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വാഴൻ്റെ കൈയുണ്ടല്ലോ, വാഴൻ കൈയാണ് എടുത്തിട്ട് വന്നിട്ടുള്ളത്. അത് കുറച്ച് ദിവസം ഒരാഴ്ചയൊക്കെ കേടുവരാതെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചായിരിക്കും. കേടുവരല്ല, ഉണങ്ങാട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ ചായയും കൂടി കുടിക്കുന്നുണ്ട്. അപ്പോഴേക്കും മോനുള്ള അപ്പം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ വീതനയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയൊക്കെ ഒന്ന് അടുക്കി വെച്ചിട്ട് കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട് അപ്പോൾ അത് ഞാൻ വാഷ് ബേസിക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ നേരെ പോണത് തീ കത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേക്കും അവിടെ അമ്മായിയുടെ മകനും മരുമകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അവർക്ക് അമ്പലത്തിൽ നമ്മുടെ തറവാട് അമ്പലം ഉണ്ടല്ലോ, അപ്പോൾ അവിടെ വെച്ചിട്ട് കുട്ടിക്ക് ചോറ് കൊടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് 30 വെള്ളിയും കൂടി ആയതുകൊണ്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടേക്ക് പോകണം. അതിന് മുമ്പ് അരിയും കൂടി ഇട്ടിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ പൂജയൊക്കെ കഴിയുമ്പോഴേക്കും കുറേ നേരമാവും. പിന്നെ മഴ വരുന്ന കേട്ടപ്പോൾ ഞാൻ പുറത്ത് കുറച്ച് വിറക് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം വീതനയുടെ അടി കൊടുന്ന് വെച്ചു കേട്ടോ. അതൊന്ന് ചൂട് തട്ടി കിട്ടിയാൽ പിന്നെ രാവിലെ കത്തിക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ ഞാൻ പിന്നെ തീ കത്തിക്കാൻ തുടങ്ങാട്ട്. റബ്ബറിൻ്റെ വിറകാണ്, അപ്പോൾ വേഗം കത്തും ചെയ്യുമല്ലോ. പിന്നെ പുക കുറച്ച് കൂടുതലുണ്ടാവും കേട്ടോ. അപ്പോൾ തീ കത്തിച്ചിട്ട് ഞാൻ വേഗം വെള്ളം വെച്ചു. അത് ചൂടാകുമ്പോഴേക്ക് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഒരപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇനി പൂജ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതാ കടലക്കറിയും കൂടിയിട്ട് കഴിച്ചിട്ട്. കഴിക്കൽ കഴിഞ്ഞിട്ട് ഇതാ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കഴുകിയേക്കാന്ന് വിചാരിച്ചിട്ട് വെള്ളം കുടിച്ചാൽ കേട്ടോ. ഭയങ്കര ചൂട്, വായ പൊള്ളി. പിന്നെ ഇതാ അരി ഇടാൻ തുടങ്ങാൻ കേട്ടോ. അപ്പോഴേക്ക് വെള്ളം തിളച്ചിട്ടുണ്ട്. വിറക് കത്തി തുടങ്ങിയ വേഗം കത്തുട്ടോ. അപ്പോൾ അങ്ങനെ ചൂടുവെള്ളമൊക്കെ എടുത്തിട്ട് ഞാൻ അരി ഒന്ന് കഴുകണം. പൊന്നരിയാണ് കേട്ടോ. ഏട്ടൻ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. അപ്പോൾ ഇവിടെ അരി കഴിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമായപ്പോൾ ഞാൻ പിന്നെ അതന്നെ വെക്കാമെന്ന് വിചാരിച്ചു. വേഗം വേവുകയും ചെയ്യും. പിന്നെ നല്ല വലിയ കുഴപ്പമില്ല കേട്ടോ, ടേസ്റ്റൊക്കെ ഉണ്ട്. എന്നിട്ട് ആ ചുക്കുവെള്ളം അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൽ കുറച്ച് ചുക്കുവെള്ളത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് വെച്ചു. പിന്നെ അവിടെയൊക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കിയിട്ട് കലണ്ടറത്തെ ഞാൻ ചീന്തിയിട്ട് വേഗം അടുപ്പിക്കാൻ ഇട്ടിട്ട് പിന്നെ കുറച്ച് പാത്രം കഴുകാണ്ടായിരുന്നു. കുറച്ച് മാത്രമേ ഇട്ടോ കഴുകാണ്ടായിരുന്നുള്ളൂ. അത് വേഗം കയ്യോടെ കഴുകി വെച്ചു. അല്ലെങ്കിൽ പിന്നെ അത് വാഷ് ബേസിൽ ഇങ്ങനെ കിടക്കും. പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ ലീവും കൂടി ആയതുകൊണ്ട് വെള്ളം കുടിച്ചതും കൂടി അവർ വാഷ് ബേസിൽ പാത്രം കണ്ട അതിൽ കൊടുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കയ്യോടെ കുറച്ച് പാത്രം ഉണ്ടല്ലേ ഉള്ളൂ. അപ്പോൾ അത് കഴുകി വെച്ചു. പിന്നെ അതാ അവിടെയൊക്കെ വെള്ളം പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. അപ്പോഴേക്ക് എൻ്റെ ഇളയച്ചനാണ് കേട്ടോ വന്നത്. അവർ അമ്പലത്തേക്ക് വേണ്ടിയിട്ട് വെള്ളം എടുക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഞാൻ എല്ലായിടും ഒന്ന് നമ്മുടെ സാമ്പ്രാണി ഇട്ടിട്ടൊന്ന് പുകയ്ക്കും കൂടിയും ചെയ്തു കേട്ടോ. അപ്പോഴേക്ക് ഇതാണ്ടോ തീ കെട്ടിട്ടുണ്ടായിരുന്നു. കെട്ടുന്നല്ല, അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇട്ടിട്ട് അത് കെട്ട പോലെയും പിന്നെ ഫാൻ ഇട്ടപ്പോൾ അത് നല്ലപോലെ പുകഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ വേഗം അമ്പലത്തിൽ പോയി ഇതാ അവിടെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് കുട്ടിക്ക് ചോറ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെച്ച പായസവും പിന്നെ ഉണങ്ങലരി ചോറൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് വേഗം വന്നപ്പോഴേക്കും ഇതാ ചോറും വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ രാവിലത്തെ ഏകദേശം പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു വീഡിയോ.